പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ് CPIയുടെ മുൻ മന്ത്രിയും തൃശ്ശൂരിലെ കഴിഞ്ഞ തവണ CPIയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് സുരേഷ് ഗോപിയോട് പരാജയപ്പെട്ട VS സുനിൽകുമാർ. അദ്ദേഹത്തിനെ ചെറുപ്പകാലം തൊട്ട് തന്നെ അറിയുന്നൊരു വ്യക്തിയാണ് സതീശൻ എന്നുള്ള കാര്യം സതീശൻ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. വി ഡി സതീശനും VS സുനിൽകുമാറും കൃത്യമായി ഒരു പുതിയ തീരുമാനമെടുക്കുകയാണെങ്കിൽ തീരാവുന്ന ചൊറിച്ചിലെ CPIക്ക് ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ് വ്യക്തം. ബിനോയ് വിശ്വമൊക്കെ വിചാരിക്കുന്നത് എന്തോ ആണ് താൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ സുനിൽകുമാർ ഒരു വാക്ക് മൂളിയാൽ തകരാവുന്നതേ ഉള്ളൂ തൃശ്ശൂർ ജില്ലയിലെ CPIയുടെ ഇപ്പോഴത്തെ സംഘടനാ പാടവം. CN ജയദേവനെ പോലെ ഒരു മുതിർന്ന CPIയുടെ നേതാവിനെ പരിഗണിക്കേണ്ട രീതിയിലല്ല CPI പരിഗണിച്ചിട്ടുള്ളത്. അദ്ദേഹം ആകെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38,000 വോട്ടിന് അന്ന് തൃശ്ശൂരിൽ മത്സരിച്ച KP ധനപാലനെ, കോൺഗ്രസിൻ്റെ KP ധനപാലനെ പരാജയപ്പെടുത്തി ഒരൊറ്റ തവണ MP ആയതൊഴിച്ചാൽ CN ജയദേവൻ എന്ന 74-കാരന് കാര്യമായ റോളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സുനിൽകുമാറും CN ജയദേവനും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്നു തങ്ങളെ ഒതുക്കാൻ പരമാവധി കളിച്ച ടീമിനെ സംബന്ധിച്ചിടത്തോളം. തൃശ്ശൂരിലെ രാജാജി മാത്യു തോമസ് ഉൾപ്പെടെയുള്ളവർ അത്ര വലിയ ഇമേജ് ഉള്ളവരൊന്നുമല്ല. അവരെല്ലാം ചേർന്ന് അള്ളു വെച്ചതാണോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഏതായാലും CPM വലിയ തോതിൽ പാലം വലിച്ചതുകൊണ്ടാണ് തൃശ്ശൂരിൽ ഇങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള വോട്ടൊന്നും അവിടെ ഇല്ല. 4.25 ലക്ഷം വോട്ട് സുരേഷ് ഗോപിക്ക് പിടിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായും അവിടെ പല സ്ട്രാറ്റജിയുമുണ്ട്. വോട്ട് വാങ്ങി, വോട്ട് വിറ്റു, വോട്ട് മറിച്ചു, ഇത്തരത്തിൽ വെറുതെ കേൾക്കുന്നതൊന്നുമല്ല. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാരായ മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ. 2,93,000 വോട്ടുകൾ മാത്രം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ സുരേഷ് ഗോപി പെട്ടെന്ന് എങ്ങനെ 1.5 ലക്ഷം വോട്ടുകൾ അധികം പിടിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം അവിടെ നടത്തിയ ചാരിറ്റി പ്രവർത്തനമാണ് എന്നൊക്കെ പറയാൻ മാത്രം വിഡ്ഢികളല്ല മലയാളികൾ. ചാരിറ്റിയെ ചാരിറ്റിയായി കാണുകയും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുകയും ചെയ്യുന്നവരാണ് പ്രബുദ്ധരായ മലയാളികൾ. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്ത കാര്യം ഏത് രീതിയിലുള്ളതാണ്, അത് കൃത്യമായും അവരുടെ അർഹതപ്പെട്ട വിഹിതമാണോ കൊടുക്കുന്നത്, അതോ ഈ നേതാവിൻ്റെ പോക്കറ്റിൽ നിന്നാണോ എടുത്തു കൊടുക്കുന്നത്? സുരേഷ് ഗോപി തൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല ഒന്നും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളോട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി CPIയിലെ സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആകെ വിഷണ്ണരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലേക്ക് പോകണമോ എന്ന ചോദ്യം അവരെ അലട്ടി തുടങ്ങിയിരിക്കുകയാണ്. CPI പരിഷ്കരിച്ചേ മതിയാവൂ എന്ന തോന്നലുമുണ്ട്. ഇവിടെയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് തൻ്റെ ജില്ലയായ എറണാകുളത്തിന് പുറമെ തൃശ്ശൂരിലും അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാധീനങ്ങൾ പാർട്ടിയുടെ മികച്ച രീതിയിലുള്ള സംഘടനാ പാടവത്തിന് വളക്കൂറാവുന്ന ഒരുപക്ഷെ അങ്ങനെ സുനിൽകുമാറിനെ കൊണ്ടുവന്ന് തൃശ്ശൂർ ജില്ലയിൽ ഒരു വലിയ മാറ്റം വി ഡി സതീശന് കൊണ്ടുവരാൻ സുനിൽകുമാർ ഒരു കാരണമായാൽ വി ഡി സതീശന് മുഖ്യമന്ത്രി കസേര ഉറപ്പാണ്.